മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതോടെ സംസ്ഥാനത്ത് വീണ്ടും അവസ്ഥ പ്രഖ്യാപിച്ചു. ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് ചില മേഖലകളിൽ സൈന്യത്തിന്റെ പ്രത്യേക അധികാര നിയമം പ്രഖ്യാപിക്കുന്നത്. അതേസമയം ജിരിബാമിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 11 കുക്കി വിഭാഗക്കാരാണ് സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിച്ചത്. മണിപ്പൂർ വീണ്ടും കത്തുകയാണ്. എക്സ്പ്ലെയിനർ കാണാം. ഈ ഒരു എക്സ്പ്ലെയിനറോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർത്തിയാകും. നമസ്കാരം. മണിപ്പൂർ വംശീയ കലാപത്തിന്റെ വിളനിലമായിട്ട് 1.5 വർഷം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ പുതിയ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 31-കാരിയായ യുവതിയെ ബലാത്സംഗത്തിനിരയാക്കി ചുട്ടുകൊന്നതായി വാർത്തകൾ വരുന്നു. 11 കുക്കി വംശജരെ വെടിവെച്ചു കൊന്നു സൈന്യം. 20ഓളം വീടുകൾ സംഘർഷത്തിൽ അഗ്നിക്കിരയായി. മണിപ്പൂർ വീണ്ടും കത്തുകയാണ്. അക്രമങ്ങൾ പുകയുന്നു. എന്നിട്ടും സർക്കാരുകൾ മിണ്ടുന്നില്ല. മണിപ്പൂരിൽ സമാധാനത്തിന്റെ സൂര്യൻ ഉദിക്കുമെന്ന് പാർലമെന്റിൽ പറഞ്ഞ പ്രധാനമന്ത്രി ഇതുവരെ അവിടെ പോയില്ല. ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ മോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. ബാക്കി സമയം വിദേശത്തും. ഇക്കഴിഞ്ഞ നവംബർ 7-ന് ജിരിബാമിലാണ് അത് നടന്നത്. കുക്കി മേഖലയിൽ കടന്നുകയറിയ അക്രമികൾ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കൊന്നു. അവരുടെ വീടടക്കം 17ഓളം വീടുകൾ തീവെച്ചു. ബലാത്സംഗത്തിനിരയായ യുവതി ബന്ധു മരിച്ചു. നീചമായ കൊലയിൽ അപലപിച്ച കുക്കികൾ പ്രതികളെ പിടികൂടാൻ ആവശ്യപ്പെട്ടു. സൈന്യത്തോട് രൂക്ഷമായി പ്രതികരിച്ചു. ഫെർസാൾ, ജിരിബാം മേഖലകളിൽ കുക്കികളുടേതടക്കമുള്ള സുരക്ഷയിൽ കേന്ദ്രം ഇടപെടണമെന്ന് പ്രാദേശിക ഗോത്ര സമിതി അഭ്യർത്ഥിച്ചു. ഇനിയും നിസ്സംഗത തുടർന്നാൽ കലാപമുണ്ടാകുമെന്ന് ആദിവാസി കൂട്ടായ്മയായ ഇൻഡിജിനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം സൈന്യത്തിന് മുന്നറിയിപ്പും നൽകി. ഒടുവിൽ അതുതന്നെ സംഭവിച്ചു. പ്രതികളെ പിടികൂടാത്തതിൽ പ്രകോപിതരായ കുക്കികൾ തെരുവിലിറങ്ങി. ഏറ്റുമുട്ടലുണ്ടായി. 11 കുക്കി വംശജരെ സൈന്യം വെടിവെച്ചു കൊന്നു. അക്രമം പ്രതിരോധിക്കാനും സ്വയരക്ഷയ്ക്കുമാണ് വെടിവെച്ചിട്ടതെന്ന് CRPF പറയുന്നു. പക്ഷേ കുക്കികളുടെ പ്രകോപനത്തിന് ചരിത്രപരവും വൈകാരികവുമായ ചില കാരണങ്ങളുണ്ട്. മെയ്തേ വിഭാഗത്തെ ST പട്ടികയിൽ ഉൾപ്പെടുത്താൻ മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവിട്ടത് 2023 ഏപ്രിലാണ്. മണിപ്പൂരിനെ വിറപ്പിച്ച പുതിയ കലാപം ഇവിടെ തുടങ്ങുന്നു. വിധിയിൽ പ്രകോപിതരായ കുക്കികളുടെ റാലി ഏറ്റുമുട്ടലിൽ കലാശിച്ചു. മെയ് 3-നാണ് സംഘർഷത്തിന്റെ തുടക്കമെങ്കിലും സംസ്ഥാനം ആളിക്കത്താൻ എരുതിയിൽ എണ്ണ ഒഴിക്കലായി പിന്നീടുണ്ടായതെല്ലാം. മെയ് 4-ന് 2 കുക്കി സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തിച്ച സംഭവത്തോടെയാണ് മണിപ്പൂർ കൂടുതൽ പൊള്ളിയത്. ആത്മാഭിമാനത്തിന് മുറിവേറ്റു. കലാപം കൂടുതൽ കടുത്തു. സർക്കാർ സംവിധാനങ്ങൾ കൈകെട്ടി നിന്ന് കലാപത്തെ പ്രോത്സാഹിപ്പിച്ചെന്ന ആക്ഷേപമുയർന്നു. 1.5 വർഷത്തിനിടെ 200 പേർ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റു. 4786 വീടുകൾ നശിപ്പിക്കപ്പെട്ടു. 60,000-ഓളം പേർക്ക് വീട് നഷ്ടപ്പെട്ടു. സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിന് ഇരയായി. ഇതിനിടെ മെയ്തി കുക്കി ആധിപത്യമുള്ള പ്രദേശങ്ങൾക്കിടെ അതിർത്തികൾ നിർണയിക്കപ്പെട്ടു. രാജ്യം മണിപ്പൂരിനൊപ്പമാണ്. കലാപം നിയന്ത്രണ വിധേയമെന്നുമാണ് സർക്കാരിന്റെ വാദം. കലാപത്തിന്റെ തുടക്കം മുതൽ മിണ്ടാതിരുന്ന പ്രധാനമന്ത്രി കലാപം പുകഞ്ഞ് 79 ദിവസങ്ങൾക്ക് ശേഷം മാത്രം പ്രതികരിച്ചു. പെൺകുട്ടികൾക്കെതിരായ അക്രമത്തിന് പിന്നിലുള്ള ആരും രക്ഷപ്പെടില്ലെന്ന് മോദി വാക്കാൽ ഉറപ്പു നൽകി. ഇത് വെറും വാക്കാണെന്ന് മണിപ്പൂർ തെളിയിച്ചു. ആവർത്തിക്കപ്പെടുകയാണ് അതിക്രമങ്ങൾ. സെൻസിറ്റീവ് വിഷയത്തിൽ കേന്ദ്രം കൃത്യമായ നടപടി സ്വീകരിക്കാത്തതാണ് മണിപ്പൂരിനെ കലാപഭൂമിയാക്കിയതെന്നും നിരീക്ഷകർ പറയുന്നു. മണിപ്പൂരിലെ സംഘർഷം പക്ഷേ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അമേരിക്കയും നിരവധി സംഘടനകളും മണിപ്പൂരിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി. കലാപം ആരംഭിച്ചിട്ട് അവിടം സന്ദർശിക്കാത്ത നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മണിപ്പൂർ സന്ദർശിക്കുമെന്ന് ഉറപ്പു നൽകി. സർക്കാർ വന്നിട്ട് മാസം 5 പിന്നിട്ടിട്ടും തീരുമാനമില്ല. എന്നാൽ മണിപ്പൂരിൽ ഉടൻ സമാധാനത്തിന്റെ സൂര്യൻ ഉദിക്കുമെന്ന് പ്രസംഗിച്ചു.
ഏതായാലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആ താഴ്വരയിൽ ചോരയുടെ ഗന്ധം പടരുകയാണ്. 2500 സൈനികരെ മേഖലയിൽ പുതുതായി വിന്യസിച്ചു. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും തോക്കുകളും കണ്ടെടുക്കപ്പെടുന്നു. സർവ്വ മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ട് കഴിയുന്ന ജനത ഇനി എന്തൊക്കെ നേരിടേണ്ടി വരുമെന്നറിയില്ല. പക്ഷേ പല കോണിൽ നിന്ന് ആശങ്ക ഉയരുമ്പോഴും സൈന്യവും സർക്കാരും പറയുന്നത് ഒരേ കാര്യം: ചില്ലറ അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മണിപ്പൂർ പൊതുവെ ശാന്തമാണ്.